ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ പാർട്ട് 5 ഡിഫറൻഷ്യേറ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പ്രൈൻ ആൻഡ് ഡിസ്ലൊക്കേഷൻ? സ്പ്രൈൻ ഈസ് എ സ്ട്രെച്ചിങ് ഓർ ടിയറിങ് ഓഫ് എ ലിഗമെൻറ്റ്. ഹിയർ നമ്മൾ ലിഗമെൻറ്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലിഗമെൻറ്റ്സ് മീൻസ് ബോൺ ടു ബോൺ കണക്ഷനെയാണ് നമ്മൾ ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ സ്ട്രെച്ചിങ്ങിൻ്റെ ഫലമായി ലിഗമെൻസിനുണ്ടാവുന്ന ഇഞ്ചുറിയാണ് നമ്മൾ സ്പ്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡിസ്ലൊക്കേഷൻ, ആൻ ഇഞ്ചുറി വെയർ എ ജോയിൻറ്റ് ഈസ് ഫോഴ്സ്ഡ് ഔട്ട് ഓഫ് നോർമൽ പൊസിഷൻ. മീൻസ് നോർമൽ ബോൺ സോക്കറ്റിൽ നിന്നും ബോൺ വിട്ടു മാറുന്നതിനെയാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിക്ചറിൽ സ്പ്രൈനിൻ്റെയും ഡിസ്ലൊക്കേഷൻ്റെയും പിക്ചർ നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ തെർമോജെനസിസ് ആൻഡ് തെർമോലൈസിസ്. Thermogenesis is the production of heat, especially in human and animal body. Means body temperature ന്റെ production നമ്മൾ thermogenesis എന്നും, thermolysis means the breakdown of molecule by the act of the heat. That means loss of body temperature. അപ്പോൾ ഒന്ന് പ്രൊഡക്ഷനും ഒന്ന് ലോസും ആണ് thermogenesis and thermolysis തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഈസ് concurrent disinfection and terminal disinfection. Concurrent disinfection is the destruction or disinfection of all the articles immediately after use by the patient. Means patient care items patient യൂസ് ചെയ്താലുടൻ തന്നെ ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതിന് concurrent disinfection എന്നും, terminal disinfection means it is a disinfection of the patient's units, articles and equipments used by the patient immediately after discharge, transfer or death of the patient with the infectious disease. ഇൻഫെക്ഷ്യസ് ഡിസീസായി അഡ്മിറ്റായ ഒരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ റൂം ഡിസിൻഫെക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ടെർമിനൽ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ റൂം ഫ്യൂമിഗേഷനൊക്കെ ടെർമിനൽ ഡിസിൻഫെക്ഷനകത്താണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സൈൻ ആൻഡ് സിംറ്റംസ്. സൈൻ ഈസ് എ എഫക്റ്റ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ദാറ്റ് ക്യാൻ ബി ഒബ്സർവ് ബൈ സംവൺ എൽസ്. മീൻസ് പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് മറ്റൊരാൾക്ക് പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിന് നമ്മൾ സൈൻ എന്നും, സിംറ്റം മീൻസ് ഈസ് ആൻ എഫക്റ്റ് നോട്ടീസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഓൺലി ബൈ ദ പേഷ്യൻറ്റ് ഹു ഹാസ് എ കണ്ടീഷൻ. പേഷ്യൻറ്റ് സ്വന്തമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹെൽത്ത് പ്രോബ്ലംസിന് നമ്മൾ സിംറ്റംസ് എന്നും പറയുന്നു. നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആൻഡ് അർജ് ഇൻകോണ്ടിനൻസ്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഈസ് ആൻ ഇൻവോളണ്ടറി ലോസ് ഓഫ് യൂറിൻ ത്രൂ an intact urethra as a result of a sudden increase in intra-abdominal pressure. മീൻസ് അബ്ഡോമിനൽ റീജിയനിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രഷർ കാരണം യൂറിൻ അറിയാതെ പാസ് ചെയ്യുന്നതിന് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ സ്നീസിങ്, കോഫിങ് എക്സെട്ര. നെക്സ്റ്റ് ഈസ് ആർജ്. അർജ് ഇൻകോണ്ടിനൻസ് ഈസ് എ ഇൻവോളണ്ടറി ലോസ് ഓഫ് യൂറിൻ അസോസിയേറ്റഡ് വിത്ത് എ സ്ട്രോങ് അർജ് ടു വോയിഡ് കനോട്ട് ബി സപ്രസ്ഡ്. മീൻസ് യൂറിൻ ബ്ലാഡർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിരിക്കുന്ന സമയത്ത്, അർജൻസി ആയിരിക്കുന്ന സമയത്ത് പാസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അറിയാണ്ട് യൂറിൻ പാസ്സാവുന്നതിന് നമ്മൾ ആർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് യൂറിനറി റീടെൻഷൻ ആൻഡ് യൂറിനറി ഇൻകോണ്ടിനൻസ്. റീടെൻഷൻ മീൻസ് ഇനബിലിറ്റി ടു എംപ്റ്റി ദ ബ്ലാഡർ ഓർ യൂറിനേറ്റ് ഈവൻ ദോ ദ ബ്ലാഡർ ഈസ് ഡിസ്റ്റൻഡ് വിത്ത് യൂറിൻ. മീൻസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാഡർ യൂറിൻ കൊണ്ട് ഫില്ലായിരുന്നാൽ പോലും കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തെ നമ്മൾ യൂറിനറി റീടെൻഷൻ എന്നും, യൂറിനറി ഇൻകോണ്ടിനൻസ് മീൻസ് ഇൻവോളണ്ടറി പാസേജ് ഓഫ് യൂറിൻ. മീൻസ് പേഷ്യൻ്റ് അറിയാണ്ട് യൂറിനേറ്റ് ചെയ്യുന്നതിന് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇവാക്വേറ്റ് എനിമ ആൻഡ് റീടെൻഷൻ എനിമ. ഇവാക്വേറ്റ് എനിമ ഈസ് ഗിവൻ ഫോർ ദ കംപ്ലീറ്റ് ഇവാക്വേഷൻ ഓഫ് ഫീസസ് ഫ്രം ദ കോളൻ. മീൻസ് ഇവാക്വേറ്റ് എനിമയുടെ വേറൊരു പേരാണ് ക്ലെൻസിങ് എനിമ. ക്ലെൻസിങ് എനിമ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എനിമ. ഇവിടെയും അതാണ്, ഫീസസ് കോളനിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് ഇവാക്വേറ്റ് എനിമ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് റിട്ടൻഷൻ എനിമ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് നറിഷ്മെൻറ്റ്, മെഡിക്കേഷൻ ഓർ അനസ്തെറ്റിക്സ്. ഇവിടെ റിട്ടൻഷൻ എനിമ നമ്മൾ കൊടുക്കുന്നത് ഒരു ക്ലെൻസിങ് പർപ്പസിന് വേണ്ടിയിട്ടല്ല, ഒരു മെഡിക്കൽ ഉദ്ദേശത്തോടു കൂടി കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ അവിടെ എത്തിക്കണം, അല്ലെങ്കിൽ പേഷ്യൻ്റ് നറിഷ്മെൻറ്റിന് വേണ്ടി ആവശ്യമുള്ള എന്തെങ്കിലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനം പേഷ്യൻ്റ് ലാർജ് കോളനിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഒരു അനസ്തെറ്റിക് എഫക്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ റിട്ടൻഷൻ എനിമ കൊടുക്കുന്നത്. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു.